അപ്പുറത്ത് പച്ചപ്പുള്ള വയലുകളും സ്വർണ്ണ സൂര്യപ്രകാശവും നിറഞ്ഞ ലൂനാരിയ എന്നൊരു രാജ്യമുണ്ടായിരുന്നു. അവിടെ കുട്ടികളുടെ ചിരിയും പക്ഷികളുടെ പാട്ടും എല്ലായിടത്തും മുഴങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു ദിവസം എല്ലാം മാറി. ഇരുണ്ട മലകളിൽ നിന്ന് ഒരു ഭീകര ഗർജനമുയർന്നു. ആകാശം തീ പൊള്ളിച്ചു. ഡ്രാഗൺ ആളുകൾ വിളിച്ചു. വീടുകൾ നടുങ്ങി. മൃഗങ്ങൾ ഓടിമറഞ്ഞു. ഭയം ഓരോ ഹൃദയത്തിലും കയറി. അന്നുമുതൽ രാജ്യത്ത് സമാധാന നിദ്രയില്ലായിരുന്നു. രാജമഹലിൽ എലിന എന്നൊരു ചെറു രാജകുമാരി ജീവിച്ചിരുന്നു. കിരീടത്തിനേക്കാൾ അവൾ അറിയപ്പെട്ടത് അവളുടെ ദയയ്ക്കും ധൈര്യത്തിനുമായിരുന്നു. മറ്റുള്ളവർ ഡ്രാഗണിനെ ഭയപ്പെട്ടപ്പോൾ എലിന ചിന്തിച്ചു, കാരണമില്ലാതെ ആരെങ്കിലും ദോഷം ചെയ്യുന്നോ? ഈ ഡ്രാഗണിനെ നശിപ്പിക്കണം. രാജാവ് സൈന്യത്തെ യുദ്ധത്തിനൊരുക്കി. അപ്പോൾ എലിന മുന്നോട്ടു വന്നു. അച്ഛാ, ഡ്രാഗൺ ദുഷ്ടനല്ലഞ്ചി? എല്ലാവരുടെയും മുഖത്ത് ഭയം മാത്രം. ആ രാത്രി ചന്ദ്രൻ ഉയർന്നപ്പോൾ ഡ്രാഗൺ വീണ്ടും ഗർജിച്ചു. പക്ഷേ ഇപ്പോൾ അത് കോപമല്ല, അത് ദുഃഖമായിരുന്നു. എലിനയുടെ ഹൃദയം വിറച്ചു. രാജ്യം ഉറങ്ങുമ്പോൾ എലിന ഒരു ചെറുവിളക്കെടുത്തു. കൈകൾ വിറച്ചു, ഹൃദയമിടിച്ചു. എന്നിരുന്നാലും അവൾ മലവഴിയിലൂടെ ഒറ്റയ്ക്ക് നടന്നു. കാരണം ധൈര്യം ഭയമില്ലായ്മയല്ല, ഭയത്തോടൊപ്പം മുന്നോട്ട് നടക്കലാണ്. ഇരുണ്ട ഗുഹയ്ക്കുള്ളിൽ വലിയൊരു ഡ്രാഗൺ, ഭീകരൻ, ശക്തൻ. പക്ഷേ തീക്കു പകരം അവന്റെ കണ്ണുകളിൽ കണ്ണീർ. ഭയപ്പെടേണ്ട ചെറിയ രാജകുമാരി. എന്തിനാണ് നീ എന്റെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നത്? ഞാനൊരു രഹസ്യം കാക്കുകയാണ്. ഒരു മാന്ത്രിക ക്രിസ്റ്റൽ, നീലനിറത്തിൽ പ്രകാശിക്കുന്ന ക്രിസ്റ്റൽ. ഇതാണ് നിന്റെ രാജ്യം സംരക്ഷിക്കുന്നത്. ഇത് നഷ്ടപ്പെട്ടാൽ ലുനാരിയ നശിക്കും. ദുഷ്ടരിൽ നിന്ന് സംരക്ഷിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. എലിനയുടെ കണ്ണുകൾ നിറഞ്ഞു. ശത്രു ഡ്രാഗൺ അല്ലായിരുന്നു, ഭയമായിരുന്നു. എലിന പറഞ്ഞു, നീ ഞങ്ങളെ രക്ഷിക്കുകയായിരുന്നു. ഡ്രാഗൺ നിശബ്ദമായി തല കുനിച്ചു. എലിന തന്റെ ചെറുകൈ ഡ്രാഗണിന്റെ തലയിൽ വെച്ചു. ഡ്രാഗൺ അനങ്ങിയില്ല. വിശ്വാസം അവിടെ ജനിച്ചു. ഇനി നീ ഒറ്റയ്ക്കല്ല, നമുക്ക് ചേർന്ന് ലൂനാരിയ കാക്കാം. എലിന രാജ്യത്തെത്തി. സത്യം പറഞ്ഞു. ആദ്യം എല്ലാവർക്കും ഭയമായിരുന്നു. പക്ഷേ ഡ്രാഗൺ സമാധാനത്തോടെ തല കുനിച്ചപ്പോൾ എല്ലാവരുടെയും ഭയം മനസ്സിൽ നിന്ന് മാറി. ഡ്രാഗൺ ലൂനാരിയയുടെ കാവൽക്കാരനായി. കുട്ടികൾ കൈവീശി, പൂക്കൾ വിരിഞ്ഞു. ആകാശം വീണ്ടും ശാന്തമായി. അങ്ങനെ രാജകുമാരി എലിനയും അവളുടെ ഡ്രാഗൺ സുഹൃത്തും സ്നേഹത്തോടെ രാജ്യം കാത്തു.